ഹലോ, ഹായ്. ഇന്ന് ഒരു അവധി ദിവസമാണ്. അപ്പം വീടിന് ചുറ്റും ഒന്ന് കറങ്ങി നോക്കാം. ഇവിടെ എന്തോ വെട്ടുകയും കിളയ്ക്കുന്നതൊക്കെ ഉള്ള ശബ്ദം കേൾക്കുന്നു. നമുക്ക് പ്രയോജനമുള്ള വല്ലതും കിട്ടുമെന്ന് നോക്കാം. മഞ്ഞൾ നിൽക്കുന്നു, ഇവിടെ അല്ല കിളയ്ക്കുന്നത്, എവിടെയൊന്ന് നോക്കാം. എവിടെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. കണ്ടുപിടിച്ചു. ഇതാ കിട്ടി, സാധനം കിട്ടി. കൂവക്കിഴങ്ങാണ്. കൂവ. അപ്പം ഇന്ന് വൈകുന്നേരത്തേക്കുള്ള പരിപാടിയായി. ഇനി ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. തീർന്നോ അതോ കിളിക്കുന്നോ ഇനി നോക്കാം. അതിനിടയ്ക്ക് കുറച്ച് കാന്താരി കിട്ടി. കാന്താരി മുളക് കുറേ നിൽക്കുന്നു, അതൊക്കെ പറിക്കും. കാന്താരി മുളക് പച്ചയും പഴുത്തതും എല്ലാം കൂടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. മഞ്ഞൾ പഴുത്ത് തുടങ്ങി, വെട്ടിയെടുക്കാറായില്ല, കുറച്ചുകൂടെ കഴിയണം. അത് കഴിഞ്ഞിട്ട് വെട്ടിയെടുക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വെട്ടിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ലെന്ന് തോന്നുന്നു. കൂവക്കിഴങ്ങ് മാത്രം തന്നെയാണോ എന്നറിയില്ല, നോക്കട്ടെ. എല്ലായിടം ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇഞ്ചിയുണ്ട്, നോക്കട്ടെ. ഈയിടെ പ്ലാവിൽ ചക്ക വരുന്നുണ്ട്, അതും അടക്കാറായില്ല. കമുകിൽ പാക്ക് നിൽക്കുന്നു, അടക്കാൻ മണ്ണില്ലാത്തതുകൊണ്ട് താഴെ കിടക്കുന്നത് കുറച്ച് പറക്കി എടുക്കാൻ കിട്ടി. ഇതിനെ നമുക്ക് കൂവക്കിഴങ്ങൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയെടുത്ത് വൈകുന്നേരത്തേക്കുള്ള പരിപാടിയായി. മണ്ണെല്ലാം കഴുകിക്കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. തൊലി കളയണമെന്നില്ല, തൊലി നമുക്ക് വേവിച്ചതിന് ശേഷം കളഞ്ഞാലും മതി. തൊലി കളഞ്ഞിട്ട് വേവിച്ചാലും കുഴപ്പമില്ല. തൊലിയോട് വേവിച്ചതിന് ശേഷം കളഞ്ഞാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇതിനെ വേവിക്കാനായിട്ട് വയ്ക്കണം. വിറകടുപ്പിലോട്ട് വെച്ചു, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും.
അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. തൊലി കളഞ്ഞങ്ങ് കഴിച്ചാൽ മതി.